Hi dears, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റോബസ്റ്റ പഴം കൊണ്ട് വളരെ ഈസി ആയിട്ട് എയർ ഫ്രയറിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ ഒരു ഫോർക്ക് വെച്ച് നമുക്ക് ഈ പഴം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് സോഫ്റ്റായിട്ട് ഉടച്ചെടുക്കുകയൊന്നും വേണ്ട, ചെറിയ കട്ടകളൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫോർക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരിയും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതെ നന്നായിട്ട് ഉണങ്ങിയ ജാർ എടുക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബീറ്റർ ഒന്നും വേണ്ട കേട്ടോ. വളരെ ഈസി ആയിട്ട് മിക്സിയുടെ ജാറിൽ തന്നെ അടിച്ചെടുത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതാ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു കേക്കാണിത്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ, അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ. പിന്നെ ഇനി ബട്ടർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് അളവിൽ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ 1 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ പൊടിച്ച പഞ്ചസാര ഒന്നുമല്ല, ഡയറക്റ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വാനില എസൻസ് ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരുന്ന ആ ഒരു പരുവം വരെ അടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ പാത്രത്തിൻ്റെ മേലെ ഒരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 2 മുട്ടയ്ക്ക് ഞാൻ 1/4 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വട്ടം അരിച്ചെടുക്കുകയൊക്കെ വേണം. അതൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരിച്ച് എടുക്കാം. എന്നിട്ടുണ്ടല്ലോ നമുക്ക് ആദ്യം ഇതൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ആദ്യം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അധികം മിക്സ് ചെയ്തെടുക്കുക. ഒരു സൈഡിലേക്ക് തന്നെ ആക്കിയിട്ട് ഭയങ്കര സ്പീഡിൽ മിക്സ് ചെയ്യാണ്ട കേട്ടോ. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ പഴം, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പഴത്തിൻ്റെ കളറ് നമ്മൾ അത് ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെച്ചതുകൊണ്ട് ഉടച്ചെടുത്തതുകൊണ്ടാണ് ഈ ഒരു കളറായി പോയത് കേട്ടോ. അല്ലാതെ പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിലേക്കൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പഴത്തിൽ ചെറിയൊരു കട്ടകളൊക്കെ ഉണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല. ഇനി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കേക്ക് ടിൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ബൗളോ അല്ലെങ്കിൽ നമുക്കതിൽ വെക്കാൻ പറ്റിയ സിറമിക്കിൻ്റെ പാത്രമോ, എയർ ഫ്രയറിൽ വെക്കാൻ പറ്റിയ സിറമിക്കിൻ്റെ പാത്രമോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എയർ ഫ്രയറിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ കേക്ക് ടിന്ന് വേണം എന്നൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനും വേണ്ടിയിട്ടാണ്. ഇനിയുണ്ടല്ലോ നമുക്കിതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ ചേർക്കാം, ബദാം ചേർക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബദാമും അതുപോലെ തന്നെ പംകിൻ സീഡില്ലേ, നമ്മുടെ മത്തങ്ങയുടെ കുരു, അതുമാണ് ചേർക്കുന്നത് കേട്ടോ. അതൊരു ഗ്രീൻ കളർ ആയതുകൊണ്ട് ഇത് കേക്ക് റെഡി ആയിട്ട് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ പിസ്ത ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ ഈസി അല്ലേ. നമുക്ക് ബീറ്റർ ഒന്നും വേണ്ട, മിക്സിയിൽ അങ്ങ് കറക്കിയെടുത്ത കേക്ക് റെഡിയാവും. അത്രയ്ക്ക് എളുപ്പമാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട്. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. റോബസ്റ്റ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ബട്ടറും ഒക്കെ ചേർത്ത കാരണം നല്ല അടിപൊളി ടേസ്റ്റാണ്. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു തരം കേക്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാത്തവർ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുട്ടികളെയും കൂടി കൂട്ടിയാൽ അവർക്കൊരു ഇഷ്ടമാവും. കാരണം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ബീറ്ററൊന്നും വെച്ച് അടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ അവരെന്നെ ചെയ്തെടുത്തോളും. ഇനി നമുക്കിതിനെ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ എയർ ഫ്രയർ. അതിലേക്കാണ് നമ്മൾ ഈ ഒരു കേക്ക് ടീൻ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ ഇത് ഞാൻ മാനുവൽ മോഡിലാണ് വെച്ച് കൊടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ ഇതിന് മുന്നേ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് എനിക്ക് 20 മിനിറ്റിൽ ഈ ഒരു കേക്ക് വെന്ത് കിട്ടും. പിന്നെ ഓരോരുത്തരുടെയും എയർ ഫ്രയറിലുള്ള ടെമ്പറേച്ചറും അതുപോലെ തന്നെ ടൈമും
ഡിഫറെൻ്റ് ആവും. അതുകൊണ്ട് ചിലപ്പോൾ കൂടി പോകാൻ ടൈം കുറഞ്ഞു പോകാൻ അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ 20 മിനിറ്റ് നിങ്ങൾ സെറ്റാക്കിയതിൻ്റെ ശേഷം ഒന്ന് തുറന്ന് നോക്കുക. അതുവരെ തുറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തുറന്ന് നോക്കിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ദാ നമ്മളുടെ 20 മിനിറ്റ് ആയതിൻ്റെ ശേഷം എൻ്റെ കേക്ക് ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ആ ബട്ടറിൻ്റെ ഒക്കെ ഒരു മണം. അപ്പോൾ ദാ നമുക്കിനി ഇത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. ഇപ്പോൾ ദാ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കത്തിയോണ്ട് ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചിട്ട് നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.